Welcome to today's class of CPCT. Today we are going to see the complete topics of Module 3 of S6 Civil Engineering KTU syllabus. Okay, so let's see one by one. Topics included in this are user-defined functions, which includes arguments, return types, call by value, call by reference, functions calling functions, functions and arrays, global variables, automatic, static and register variables, and recursive functions. So these are the topics which we cover in today's class. So let's see one by one. First, let's go for user-defined functions. So നമുക്കറിയാം ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, അതാണ് ഒരു ഫംഗ്ഷൻ. നമ്മൾ എല്ലാ പ്രോഗ്രാമിലും മെയിൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഏതൊരു C++ പ്രോഗ്രാം എടുത്താലും മെയിൻ ഇസ് ദർ. സോ ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ എങ്കിലും ഒരു C++ പ്രോഗ്രാമിൽ ഉറപ്പായിട്ടും കാണും. ഇനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അത് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ബൈ ദ യൂസർ. യൂസറിന് ആവശ്യമനുസരിച്ച്, അയാളുടെ ആവശ്യമനുസരിച്ച് അയാൾ എഴുതുന്ന ഫംഗ്ഷൻ ആണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഓക്കെ, now let's see what is function declaration and what is function definition. Declaration means you are telling that in a program a function is there. അതാണ് function declaration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Okay, so function definition എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you are expanding or you are defining what it is. അത് എന്താണ് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് ബോഡി ഓഫ് ദ ഫംഗ്ഷനും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണും. പക്ഷെ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ. ഓക്കെ, സോ അതിന്റെ ജനറൽ സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം ആൻഡ് പാരാമീറ്റർ ലിസ്റ്റ്. സോ റിട്ടേൺ ടൈപ്പ് you have to mention, name of the function you have to mention, and list of parameters you have to mention. Parameters അല്ലെങ്കിൽ arguments. Arguments നമുക്ക് പറഞ്ഞു തരും അല്ലെ, ഏതൊക്കെ വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ആർഗ്യുമെന്റ്സിനകത്തിൽ പറഞ്ഞു തരുന്നത്. സോ അപ്പോൾ ആർഗ്യുമെന്റ്സ് വേണമെന്ന് നിർബന്ധമില്ല. based on the function we are using, whether you are deciding whether you have to include the argument or not. ഇപ്പൊ മെയിൻ്റെ അതിൽ ആർഗ്യുമെന്റ് ഇല്ല. പക്ഷെ നമ്മൾ നോർമൽ ഒരു ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻസ് നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, പാരാമീറ്റർ ഉള്ള ഫംഗ്ഷൻസ് നമ്മൾ എഴുതാറുണ്ട്. സോ ആ പാരാമീറ്റർ ലിസ്റ്റ് ഇൻക്ലൂഡ്സ് ഇത് കണ്ടോ. ഇപ്പൊ ഇവിടെ ഇന്റിജർ ആണ്, num1 you are using in this, num2 you are using in this. അതാണ് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. int is the return type and function name is max. ഓക്കെ, അതല്ല പാരാമീറ്റർ ലിസ്റ്റ് ഇൻക്ലൂഡ്സ് whole thing, ഇത് മൊത്തമാണ്. ഇത് ഫുൾ ആയിട്ടാണ് നമ്മൾ. ഓക്കെ, സോ ഇന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഈ num1 എന്നുള്ളതിന്റെ ഡേറ്റ ടൈപ്പ് ആണ്, num2 എന്നുള്ളതിന്റെ ഡേറ്റ ടൈപ്പ് ആണ് ഇന്റ്. സോ ഇവരെ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, സോ അതാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് ആയിട്ട് ഇവിടെ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെയിം തിങ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, ഇന്റ്. Not necessary that you have to mention it specifically here. Adana parameter names are not important in function declaration. Only their type is required. Okay, type parameterized ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ types must ആണ്, but അതിന്റെ names നമ്മൾ എഴുതണം എന്ന് നിർബന്ധമില്ല. So this is also okay and this is also okay. Right. So ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുന്നത്. That is, you are telling a particular function is there in your program. ഉണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഡെഫിനിഷൻ മീൻസ് യു ആർ എക്സ്പ്ലെയിനിങ് വാട്ട് ഇറ്റ് ഈസ്. അതിനൊരു ഫംഗ്ഷൻ ബോഡിയും അങ്ങനത്തെ അതിന് എന്തെങ്കിലും ഒരു പ്രോസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്യാണ് അതെന്താണ് എന്നുള്ളത്. ഓക്കെ, നൗ ഡിഫൈനിങ് എ ഫംഗ്ഷൻ. ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ റിട്ടേൺ ടൈപ്പ് എഴുതും, ഫംഗ്ഷൻ നെയിം എഴുതും, പാരാമീറ്റർ ലിസ്റ്റ് എഴുതും, curly bracket open ചെയ്യും, and you are explaining the body of the function and then close the curly bracket. Okay,
സോ ഈ ഒരു ലൈൻ എഴുതി ഈ ഒരു ഫസ്റ്റ് ലൈൻ എഴുതിയ ശേഷം നമ്മൾ സെമിക്കോളൻ ഇടുവാണെങ്കിൽ that means that is a declaration. And if without putting the semicolon, if you are opening the bracket and you are writing the body of the function ആണെങ്കിൽ that is function definition. Okay. So നമ്മൾ ഈ ഒരു ഫംഗ്ഷന്റെ എവിടൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ the same function names you have to mention. അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനിൽ എക്സിക്യൂഷൻ ടൈമിൽ എത്തില്ല. ഓക്കെ. ഒരു ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ഉള്ളിൽ it includes a function header and a function body. ഇനി ആ ഫംഗ്ഷൻ ഹെഡറിൽ എന്തൊക്കെയുണ്ട്? Let's see. Return type. അല്ലേ? സോ അത് നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എല്ലായ്പ്പോഴും it returns a value. And return type says the data type of the value the function returns. Function എന്താണോ തിരിച്ചു തരുന്നത് അതിന്റെ ഡേറ്റ ടൈപ്പ് അതാണ് ഈ റിട്ടേൺ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ നിർബന്ധമില്ല, ചില ഫങ്ഷൻസ് നമുക്കൊന്നും തിരിച്ചു തരില്ല അല്ലെ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിട്ടേൺ ടൈപ്പ് ആണ് void. ഓക്കെ. ചില റിട്ടേൺ ടൈപ്പ് നമ്മൾ ഇന്റ് യൂസ് ചെയ്യും. അപ്പൊ റിട്ടേൺ ചെയ്യുന്ന കാര്യം ഇന്റിജേഴ്സ് ആയിരിക്കും. സോ അതാണ് റിട്ടേൺ ടൈപ്പ്. ദാറ്റ് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് വാല്യൂ യു ആർ റിട്ടേണിംഗ്. അതാണ് റിട്ടേൺ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫംഗ്ഷൻ നെയിം നമുക്കറിയാം ആസ് യൂഷ്വൽ നെയിം ഓഫ് ദ ഫംഗ്ഷൻ. പാരാമീറ്റേഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ദേ ആർ ദ പ്ലേസ് ഹോൾഡേഴ്സ് അല്ലെ. സോ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, ഫോർമൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ മെയിനകത്തിൽ യൂസ് ചെയ്യുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സും അതേ ഫംഗ്ഷൻ നമ്മൾ അത് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എഴുതുന്നത് ഫോർമൽ പാരാമീറ്റേഴ്സും ആണ്. സോ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എക്സിക്യൂഷൻ ടൈമിൽ ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് മാറിക്കോളും. ഓക്കെ. സോ നമ്മൾ ഫോർമലും ആക്ച്വലും പാരാമീറ്റേഴ്സ് പഠിച്ചപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നെക്സ്റ്റ് ഇസ് ദ ഫംഗ്ഷൻ ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. നമ്മൾ എന്തൊക്കെയാണോ അതിനകത്തിൽ പ്രോസസ്സ് ചെയ്യുന്നത് that includes body of the function. So function നമ്മൾ റിട്ടേൺ ടൈപ്പ് എഴുതും, അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷന്റെ നെയിം എഴുതും, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ പാരാമീറ്റേഴ്സ് എഴുതും അല്ലെ. സോ അത് കഴിഞ്ഞാൽ നമ്മൾ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുന്നതാണ് ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. സോ when it will be over you have to close the bracket. നമ്മൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ. സോ നമുക്ക് ഇതറിയാം. when a program calls the function, program control is transferred to the called function. നമുക്കറിയാം കമ്പൈലർ എല്ലായ്പ്പോഴും ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് മെയിൻ സെക്ഷൻ ആണ്. സോ മെയിൻ സെക്ഷനിൽ when it see a particular function, ഓക്കെ, അപ്പോഴെന്താ ചെയ്യുന്നത്? കൺട്രോള് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഫംഗ്ഷൻ എവിടാണോ കിടക്കുന്നത് ആ ഫംഗ്ഷന്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് ആ ഒരു ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത ശേഷം ഇറ്റ് വിൽ റിട്ടേൺ സം വാല്യൂ. ഇപ്പൊ നമ്മൾ മുമ്പേ കണ്ടു, ചിലപ്പോൾ വാല്യൂസ് ഇല്ലാതെ വരാം അല്ലെ. റിട്ടേൺ ഇറ്റ് ഈസ് റിട്ടേണിംഗ് നത്തിങ്. സോ അങ്ങനെ വരാം. അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിട്ടേണിംഗ് ദാറ്റ് ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ മെയിൻ സെക്ഷൻ. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് ഹിയർ. ഓക്കെ. സോ അതാണ് നമ്മൾ ഒരു ഫംഗ്ഷനകത്തിൽ ശരിക്കും സംഭവിക്കുന്നത്. നെക്സ്റ്റ് ലെറ്റ്സ് സീ വാട്ട് ഈസ് ആൻ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്, അതാണ് നമ്മൾ ഈ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി എ പ്ലേസ് ഹോൾഡർ. An argument is a way for you to provide more information to a function. ഫംഗ്ഷന് നമ്മൾ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് arguments. Okay, they are variables used only in that specific function. ആ ഒരു particular functionൽ മാത്രമേ നമ്മൾ ആ variablesനെ ഉപയോഗിക്കുകയുള്ളൂ. You specify the value of an argument when you call the function. Okay, നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് two types of arguments are there. Formal parameters and actual parameters. Arguments ന്റെ വേറൊരു നെയിം ആണ് parameters. പാരാമീറ്റേഴ്സ് എല്ലായ്പ്പോഴും ഒരു ഫംഗ്ഷന് വേണമെന്ന് നിർബന്ധമില്ല. പാരാമീറ്റേഴ്സ് ഇല്ലാതെയും നമ്മൾ ഫംഗ്ഷൻസ് എഴുതാറുണ്ട്. സോ ബേസ്ഡ് ഓൺ ദ നെസസിറ്റി. ഇപ്പൊ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നോ പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ. സോ അടുത്തത് വാട്ട് ഇസ് എ ഫോർമൽ പാരാമീറ്റർ ആൻഡ് വാട്ട് ഇസ് ആൻ ആക്ച്വൽ പാരാമീറ്റർ. സോ ഫോർമൽ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൽ ഏത് പാരാമീറ്റേഴ്സ് ആണോ നമ്മൾ പറയുന്നത് ദേ ആർ ദ ഫോർമൽ പാരാമീറ്റേഴ്സ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആർഗ്യുമെന്റ്സിനെ നമ്മൾ മെയിനിന്റെ ഉള്ളിൽ
ഏത് വേരിയബിൾ വെച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത്, ഏത് ആർഗ്യുമെന്റ്സ് വെച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത്, they are the actual parameters. So ഓർത്തു വെക്കാൻ എളുപ്പം formal, that is function parameters, f. Okay, f ആണ് formal അല്ലേ? So ഫംഗ്ഷന്റെ പാരാമീറ്റേഴ്സ് ആണ് formal parameters. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഫംഗ്ഷൻ മെയിനിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് ബ്രാക്കറ്റിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണോ ഉള്ളത് അതാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. പിന്നെ ഒരു കാര്യം, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ പാരാമീറ്റർ ഈസ് അസൈൻഡ് ടു ദ കറസ്പോണ്ടിങ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇപ്പൊ ആക്ച്വൽ പാരാമീറ്ററിൽ നമ്മൾ എക്സ് വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് ദാറ്റ് ഈസ് മെയിൻ ഫംഗ്ഷനകത്തിൽ നമ്മൾ എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് യുവർ ഫംഗ്ഷൻ നെയിം ഈസ് എ. ഇത് നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്തിൽ. ഓക്കെ, ഇനി നിങ്ങളുടെ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത സ്ഥലത്ത് നിങ്ങൾ ഫംഗ്ഷന്റെ പേര് കൊടുത്ത ശേഷം ബ്രാക്കറ്റിൽ ഇവിടെ നമ്മൾ എ കോമ ബി ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഡേറ്റ ടൈപ്സും അതൊക്കെ വരും ഇതിന്റെ മുന്നിൽ. ജസ്റ്റ് ഐ എം എക്സ്പ്ലെയിനിങ്. ഇവിടെ നമ്മൾ എ ബി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതാണ് മെയിൻ്റെ ഉള്ളിലുള്ളത് അല്ലെ? ഇതാണ് നമ്മുടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ഇതാണ് നമ്മളുടെ ഫോർമൽ പാരാമീറ്റേഴ്സ്. സോ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സിന്റെ സ്ഥലത്ത് എ വന്നോളും, വൈയുടെ സ്ഥലത്ത് ബി വന്നോളും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. At the time of the call, each actual parameter is assigned to the corresponding formal parameters in the function definition. Okay. Next is return values. That is what you are returning. നിങ്ങൾ തിരിച്ചെടുക്കുന്നത് എന്താണ്, അതാണ് return values. If you are returning nothing from a function, then the keyword void is used. If you are returning some integer from the function ആണെങ്കിൽ നമ്മൾ return type ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് int ആയിരിക്കും. നമ്മൾ ഫ്ലോട്ടിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ റിട്ടേൺ ടൈപ്പ് ആയിട്ട് നമ്മൾ ഫ്ലോട്ട് കൊടുക്കും. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ നമ്മൾ റിട്ടേൺ 5 plus x ആണ് അല്ലെ? ഇവിടെ നോക്കിയാൽ int, this is a function name, this is a function int, my function int x. Okay, int x നമ്മൾ ഇവിടെ കൊടുത്തു, and here the return type is നമ്മൾ function name definition at return type int ആണ് കൊടുത്തിരിക്കുന്നത്. So x എന്ന് പറയുന്നത് integer ആണ്. 5 is also an integer. So the returning value is also an integer, right? So അതിന്റെ data type ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. Okay, so int main, compiler will execute this main section first and see out my function 3. It will come here. അല്ലെ? അന്നേരം അത് ഇവിടെ വരും. My function, name of the function കാണുന്നതാണ്. It will come to the function, and then here also int x is there. Okay, so x will be replaced with this 3. Here 5 plus 3 and you will get the answer 8. That's all. Okay, that's about return value. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് call by value and call by reference. So ഈ call by value and call by reference, these are the two ways to pass value or data to a function. രണ്ട് വഴികളാണ് value അല്ലെങ്കിൽ data pass ചെയ്യാനുള്ള ഫംഗ്ഷനിലോട്ട്. We have to pass the data or we have to pass the value, right? ആ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ടെക്നിക്സ് ആണ് call by value and call by reference. So here a flowchart is given, original value, modified, and if it is not modified, that is the call by value, and modification സംഭവിക്കുന്നത് call by reference ലാണ്. Just keep this flowchart in mind. നമ്മൾ ഇത് വെച്ചിട്ടായിരിക്കും അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട്. ഓക്കെ, call by value എന്താണ്, call by reference എന്താണെന്നുള്ളത്. Now let's see what is call by value. വാല്യൂ വെച്ചിട്ട് നമ്മൾ വിളിക്കുന്നു അല്ലെ? അവിടെ പറഞ്ഞിരിക്കുന്നത് ഒറിജിനൽ വാല്യൂ ഈസ് നോട്ട് മോഡിഫൈഡ്. വാല്യൂനാണ് അവിടെ ഇമ്പോർട്ടൻസ്. നമ്മൾക്കറിയാം, നമ്മളൊരു ഡേറ്റ നമ്മൾ സിസ്റ്റത്തിനകത്തിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, കമ്പ്യൂട്ടറിനകത്തിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അത് മെമ്മറിയിൽ പോയിരിക്കും, റാമിൽ പോയിരിക്കും അല്ലെ? സോ അതേപോലെ തന്നെ ആ ഒരു റാമിൽ എവിടാണോ അതിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നിങ്ങളെല്ലാം സ്റ്റുഡൻസ് ആണ്. യു വിൽ ബി ഹാവിങ് ഇൻഡിവിജ്വൽ റോൾ നമ്പേഴ്സ്, റൈറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ റോൾ നമ്പേഴ്സ് കാണും. സോ ആ ഒരു എക്സ് എന്ന് പറയുന്ന കുട്ടി, എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്,
ആ കുട്ടിയുടെ റോൾ നമ്പർ 15 ആണ്, 15. ഓക്കെ, സോ ആ 15 എന്ന് പറയുന്നത് ഹിസ് അഡ്രസ്, എക്സ് എന്ന് പറയുന്ന കുട്ടിയുടെ അഡ്രസ് ആണ് 15. ക്ലിയർ ആയോ? ആ 15ൽ പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡേറ്റ, എക്സ് എന്നുള്ള ഒരു ഡേറ്റാനെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി ക്ലാസ്സിൽ വന്നിട്ട് വിളിക്കുകയാണ് റോൾ നമ്പർ 15 എന്ന് പറഞ്ഞാൽ എന്താ, നാച്ചുറലി ആ റോൾ നമ്പർ 15 ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ പതുക്കെ അങ്ങ് എണീക്കും അല്ലെ? സോ ദാറ്റ് ഈസ് വൺ വേ ഫോർ കോളിംഗ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റുഡന്റ്. അനദർ വേ ഈസ് ഡയറക്ട്ലി ദ ടീച്ചർ വിൽ ഗോ ഇൻസൈഡ് ദ ക്ലാസ് ആൻഡ് ടെൽ, that is directly they will mention the name X. X എന്ന പേര് നേരിട്ട് അങ്ങ് വിളിക്കുകയാണ്. ആ കുട്ടി എഴുന്നേക്കും. സി, ആ ഡേറ്റയിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള രണ്ട് വേ ആണ്. ഒന്നുകിൽ അഡ്രസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കോൾ ചെയ്യാം. ഓക്കെ, സോ ഈ കോൾ ബൈ, അതാണ് കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. റെഫറൻസ് മീൻസ് address is being mentioned there, value means directly the value is considered. Okay, so ഈ call by value എടുക്കുന്ന സമയത്ത് ആക്ച്വൽ വാല്യൂ ആണ് നമ്മൾ ഫോർമൽ പാരാമീറ്ററിലോട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അഡ്രസ് അല്ല. സോ ഇനി ആ പാസ് ചെയ്ത ശേഷം നിങ്ങൾ ഫംഗ്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിലും നത്തിങ് വിൽ ഹാപ്പൻ. ഓക്കെ, വാല്യൂ ഏതാണോ ആദ്യമേ പാസ് ചെയ്തത്, ബിക്കോസ് അവിടെ വാല്യൂനാണ് ഇമ്പോർട്ടൻസ്. സോ ഇപ്പം നിങ്ങളെന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ്, ആ സ്റ്റുഡന്റ് ആ വാല്യൂ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരിക്കലും ആ കുട്ടി അവിടുന്ന് മാറില്ല. ഷീ ഈസ് ദ വാല്യൂ അല്ലെങ്കിൽ ഹീ ഈസ് ദ വാല്യൂ, ദ സ്റ്റുഡന്റ് ഈസ് ദ വാല്യൂ. മനസ്സിലായോ? ഇനി നമ്മൾ അഡ്രസ് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിലോ, ഇപ്പൊ ആ 15 നോർമൽ റോൾ നമ്പറിൽ എനിക്ക് വേണമെങ്കിൽ വേറെ ഒരാളെ അവിടെ കൊണ്ടുവന്ന് ഇടാൻ പറ്റും. പക്ഷെ ആ ഡേറ്റ ഞാൻ എടുക്കുന്ന സമയത്ത് ഡേറ്റ വിൽ നോട്ട് ചേഞ്ച്. ബട്ട് ഇഫ് ഐ എം സെലക്ടിങ് ദ വാല്യൂ അല്ലെങ്കിൽ ഗോയിങ് ടു ദ പെർട്ടിക്കുലർ വാല്യൂ ത്രൂ ദ ഹെൽപ്പ് ഓഫ് ദ അഡ്രസ് ആണെങ്കിൽ ആ ഡേറ്റാസ് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ഡേറ്റാസ് അവിടെ വ്യത്യാസം വരാനായിട്ട് പറ്റും. എല്ലായ്പ്പോഴും എക്സ് തന്നെ അവിടെ വേണമെന്നില്ല. സോ 15ൽ വേറൊരു സ്റ്റുഡന്റിന് വരാം, പക്ഷെ ആ എക്സ് എന്ന് പറയുന്ന കുട്ടി അയാൾ എക്സ് തന്നെ ആയിരിക്കും. പക്ഷെ 15ന്റെ റെഫറൻസിൽ നമ്മൾ പോകുമ്പം either the content will be x or the content will be some other. Okay, so അതാണ് ഇവിടെ പറയുന്നത്. കോൾ ബൈ വാല്യൂല്, ഇൻ കോൾ ബൈ വാല്യൂ ഒറിജിനൽ വാല്യൂ ഈസ് നോട്ട് മോഡിഫൈഡ്. This method copies the actual value of an argument into the formal parameter of the function. Formal parameter നമുക്കറിയാം അല്ലെ, ഫംഗ്ഷനിലുള്ള പാരാമീറ്റർ ആണ് formal parameter. So actual value ആണ് അന്നേരം കോപ്പി ചെയ്യുന്നത്. In this case, the changes made in the parameter inside the function has no effect on the argument. Why? Because the importance is given to the value. വാല്യൂ ഒരിക്കലും നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്നില്ല. അതാണ് കോൾ ബൈ വാല്യൂ. ബിക്കോസ് വാല്യൂനാണ് അവിടെ ഇമ്പോർട്ടൻസ്, നോട്ട് ടു ദ അഡ്രസ്. ആ സ്റ്റുഡന്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഞാൻ എവിടെ വിളിച്ചാലും എക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. സോ എക്സ് എന്ന് പറയുന്ന കുട്ടിയുടെ റോൾ നമ്പർ മാറാം അല്ലെ? സോ അവിടെ അഡ്രസ് മാറാം. അഡ്രസ് വെച്ചാ വിളിക്കുന്നെങ്കിൽ the data can be changed. But if we are giving importance to the value ആണെങ്കിൽ value cannot be changed. Okay, വാല്യൂ മാറുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് കോൾ ബൈ വാല്യൂ. സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിംഗ് നെയിം സ്പേസ് std. ആസ് യൂഷ്വൽ വി നോ ദാറ്റ് അല്ലെ. ഇനി ഇവിടെ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മെയിൻ ആണ് ഇവിടെ ആദ്യം കിടക്കുന്ന സെക്ഷൻ, അതിനുശേഷമാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. Because in this particular main function you are using the function. See, ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഓക്കെ, change is the name of the function ഉപയോഗിക്കുന്നുണ്ട്. So in the main you have declared that അല്ലെങ്കിൽ you have mentioned that particular function. So before that ആ ഫംഗ്ഷനെ നമ്മൾ പറഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളൊരു വേരിയബിൾ ഉപയോഗിക്കുന്നതിന് മുന്നേ the variable is to be declared, right? So അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാതെ തന്നെ we directly came into the main section. So before starting you have to mention at least the declaration. ഇത് വേറൊരു രീതിയിൽ അടുത്ത എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ മെയിൻ്റെ ശേഷമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നിട്ട് നമ്മൾ ഈ മെയിൻ്റെ ഉള്ളിൽ കയറുമ്പം
compiler will see this particular change. അതൊരു function ആണ് അതിന് മനസ്സിലാകും. So ആ function ഉപയോഗിക്കുന്നതിന് മുന്നേ you have to declare it, that is you have to tell it it is there. ആ പ്രോഗ്രാമിന്റെ സെറ്റിൽ അത് അവിടെ ഉണ്ട്. Okay, so അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, declare ചെയ്തിട്ടുണ്ട്. And then come to the main section, data is 3. So compiler നമ്മൾ ഇവിടെ വരും അല്ലേ, ഫസ്റ്റ് മെയിൻ സെക്ഷൻ ആണല്ലോ കമ്പൈലർ ചെക്ക് ചെയ്യുന്നത്. സോ മെയിൻ സെക്ഷൻ ചെക്ക് ചെയ്തു, data is equal to 3 and that is integer, and here change data, this is a function, right? So change data ഇവിടെ കിടപ്പുണ്ട്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അവിടെ നമ്മൾ പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട് data. ഇവിടെ data is equal to 5 ആണ്, കണ്ടോ? സോ ഇവിടെ data എന്ന് പറയുന്നത് 5 ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. And then it comes over here, cout. Cout ൽ വന്നിട്ട് value of the data is data, കണ്ടോ? സോ ഇവിടെ ഔട്ട്പുട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഡേറ്റ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് 3 ആണ്. Why? Because this is called by value. സോ നമ്മൾ മെയിൻ സെക്ഷൻ്റെ അകത്തില് 3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ പോയത് അല്ലെ? സോ ഇവിടെ that became 5. സോ ഇവിടെ മാറ്റിക്കഴിഞ്ഞാലും nothing will happen to the output. Whatever you have mentioned in the main section, that only will be displayed, because ഇവിടെ importance is given to the value. Clear ആയോ അത്? So അതാണ് call by value. ഇനി call by reference. So here നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ അഡ്രസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. So contents can be changed. Okay, so let's see. So ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, iostream.h using namespace std. ഫംഗ്ഷനെ ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ ആദ്യമേ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇന്റ് മെയിനിന് മുന്നേ തന്നെ ഈ സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതാണ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ഐ ഹാവ് ഡിഫൈൻഡ് ഇറ്റ്. സോ ഇവിടെ നമ്മൾ ആ തൊട്ട് മുമ്പ് എഴുതിയ കോൾ ബൈ വാല്യൂന്റെ എക്സാമ്പിൾ പോലെ ഇവിടെ നമ്മൾ ആ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഡിക്ലറേഷൻ യു ഹാവ് ഡിഫൈൻഡ് ഇറ്റ്. സോ അവിടെ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് ഈ യൂസിങ് നെയിം സ്പേസ് കഴിഞ്ഞിട്ട് ഇഫ് യു ഹാവ് ഡിക്ലെയർഡ് ഇറ്റ് ആൻഡ് ഡയറക്ട്ലി കമ്മിങ് ടു ദ മെയിൻ ആണെങ്കിൽ മെയിൻ്റെ പുറത്ത് നമ്മൾ എവിടെയെങ്കിലും ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷനിൽ പഠിച്ചാണിത്. സോ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. സി നത്തിങ് ഈസ് റിട്ടേണിങ്, കണ്ടോ ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല. സോ ദ റിട്ടേൺ ടൈപ്പ് ഇസ് void and swap is the name. ഇവിടെ int star x and star y value. ഓക്കെ, വാല്യൂനാണ് നമ്മൾ കോൾ ബൈ വാല്യൂ, അതാണ് നമ്മൾ സ്റ്റാർ. കോൾ ബൈ അഡ്രസ് ആണ് ആംപ്രസെന്റ്, കണ്ടോ ഇവിടെ നോക്കിയേ ആംപ്രസെന്റ് ഇസ് ഗിവൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, സ്വാപ്പ് എന്ന് പറയുന്ന വേറൊരു വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്തു. നമുക്കറിയാം യു ആർ ഇന്റർചേഞ്ചിങ് ദ വാല്യൂസ്, എക്സിന്റെ വൈന്റെ വാല്യൂ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വാപ്പ് എന്ന് പറയുന്ന ഒരു ടെമ്പററി വേരിയബിൾ എടുത്തു. സോ വി നോ ദാറ്റ് വെൻ യു ആർ ഇന്റർചേഞ്ചിങ് സംതിങ്, നമുക്കറിയാം ഒരു ഡേറ്റയ്ക്കകത്തില്ല അല്ലെങ്കിൽ ഒരു വേരിയബിളിനകത്തിൽ ഒരു സമയത്ത് ഒരു ഡേറ്റ മാത്രമേ സേവ് ആവത്തുള്ളൂ അല്ലെ? സോ അതാണ് പ്രൊസീജിയർ. സോ അങ്ങനെ ആവുമ്പം വെൻ ഇപ്പൊ നിങ്ങൾ തന്നെ മൊബൈൽ ഫോണിലൊക്കെ ക്ലിപ്പ് ബോർഡ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് എന്താണോ കോപ്പി ചെയ്തിരിക്കുന്നത് അത് മാത്രമേ നമുക്ക് പേസ്റ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാ? ബിക്കോസ് ആ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ആ സ്റ്റോറേജ് സ്പേസിന്റെ അകത്ത് അറ്റ് എ ടൈം ഓൺലി വൺ വാല്യൂ വിൽ ബി സേവ്ഡ്. ഓക്കെ, ലാസ്റ്റ് ഏതാണോ കോപ്പി ചെയ്തിരിക്കുന്നത് അത് മാത്രമേ സേവ് ആവത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുന്ന കാര്യം റൈറ്റ് ഹാൻഡിലോട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡിൽ ഇരിക്കുന്ന കാര്യം മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. ബിക്കോസ് അതാണ് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കേണ്ടത്. സി, അപ്പൊ നമ്മൾ ഒരു തേർഡ് പേഴ്സണിനെ അവിടെ കൊണ്ടുവയ്ക്കും. റൈറ്റ് ഹാൻഡിലുള്ളത് അയാളുടെ കൈ കൊടുക്കും, ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് മേടിക്കും, ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യും, ആ തേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് മേടിക്കും. സി, ഇറ്റ് ഹാസ് ബീൻ ഇന്റർചേഞ്ച്ഡ്. ഓക്കെ, അതാണ് സ്വാപ്പിംഗ്. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്വാപ്പ് എന്ന് പറയുന്ന ഒരു തേർഡ് വേരിയബിൾ യൂസ് ചെയ്തു. സോ സ്വാപ്പ് ഇസ് ഈക്വൽ ടു സ്റ്റാർ എക്സ് വാല്യൂ ആൻഡ് ദെൻ സ്റ്റാർ വൈ വാല്യൂവിനെ നമ്മൾ സ്റ്റാർ എക്സ് വൈയിലുള്ള വാല്യൂവിനെ നമ്മൾ എക്സിനകത്തോട്ട് കൊടുത്തു. സ്വാപ്പിലുള്ള വാല്യൂ ഏതാ, എക്സ് വാല്യൂ അല്ലേ, അത് നമ്മൾ വൈക്കകത്തോട്ട് കൊടുത്തു. See, it has been exchanged. Now come to the main section. X is equal to 500 and y is equal to 100. നമ്മൾ ഇവിടെ values കൊടുത്തിട്ടുണ്ട്. Okay. Now swap ampersand x and ampersand y. See, address has been defined over here. So address ആണ് അല്ലേ. So when the compiler see this particular function, it will come here. ഇവിടെ വരും x, ആദ്യത്തേത് x. Okay, അതാണ് y-യും അതാണ് ഫോർമുല ആക്ച്വലും എല്ലാം കിട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എക്സ്ചേഞ്ച് ചെയ്ത ശേഷം ഇറ്റ് വിൽ കം ഹിയർ.
അല്ലേ? അതിന്റെ താഴെ വരും. കമ്പൈലർ ഇവിടെ വരും. വാല്യൂ ഓഫ് എക്സ് ഈസ് എക്സ് ആൻഡ് വാല്യൂ ഓഫ് വൈ ഈസ് വൈ. റിട്ടേൺ 0. സി ഔട്ട്പുട്ട് നോക്കിയേ. വാല്യൂ ഓഫ് എക്സ് ഈസ് 100. സി ഇറ്റ് ഹാസ് ഇന്റർചേഞ്ച്ഡ്. ഓക്കെ, ആൻഡ് വാല്യൂ ഓഫ് വൈ ഈസ് 500. കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. വൈ? ബിക്കോസ് ഹിയർ the process is done by call by reference. Call by value വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ ഔട്ട്പുട്ട് എക്സിനകത്ത് 500 തന്നെ ആയിരിക്കും, വൈക്കകത്ത് 100 തന്നെ ആയിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ റെഫറൻസിൽ ചെയ്തത് കൊണ്ട് മാത്രമാണ് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആയത്. സോ ഇതാണ് call by reference. Important question. Okay. Here the difference between call by value and call by reference is given. ഇത് പഠിച്ചോണം. എന്താണെന്ന്? A copy of value is passed to the function, address of value is passed to the function. Changes made inside the function is not reflected on other functions. Changes made inside the function is reflected. Actual and formal arguments will be created in different memory location. Actual and formal parameters are created in same memory location. Same memory location ആയതുകൊണ്ടാണ് നമുക്ക് call by reference ന് ഇങ്ങനെ ഒരു ഫെസിലിറ്റി വരുന്നത്. Okay, so ഇത് difference. You have to note it down. Next is function calling function. That is, a function is calling another function. That is what normally we are doing. See here the example is given. Program to find the largest number. Okay, hash include IOStream, hash include, using namespace std. You have declared the function int max int num1 comma int num2. Function you have declared, and in the main section a is equal to 100 and b is equal to 200. ഇവിടെ നമ്മൾ വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, RET എന്ന് പറഞ്ഞിട്ട്. അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, rect is equal to RET is equal to max of a comma b. That is, compiler ഈ ഒരു particular statement കാണുമ്പോൾ when it sees that particular max of a comma b, what will happen? The control will go here. അല്ലെ, ഫംഗ്ഷനിൽ പോവും. a എന്നുള്ളത് നമുക്കറിയാം, ഇവിടെ a എന്നുള്ളത് ഇവിടെ num1 ആണ്, ഇവിടെ b എന്നുള്ളത് ഇവിടെ num2 ആണ്. നമ്മൾ പറഞ്ഞു അല്ലെ, ഫോർമലും ആക്ച്വലും പറഞ്ഞപ്പം we have discussed that values ഈ a എന്ന് പറയുന്നത് num1 ആയിക്കോളും, b എന്ന് പറയുന്നത് num2 ആയിക്കോളും. They will exchange. So here this is the a and b are the actual parameters and num1 and num2 are the formal parameters. ഇവിടെ നമ്മൾ റിസൾട്ട് എന്ന് വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. And then ഇവിടെ നമുക്കുള്ളത് num1 and num2 ആണ്. So if num1 greater than number 2, so the result will be number 1. Else the result will be number 2. അല്ലേ, നമുക്കറിയാം ifൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. And return result. കണ്ടോ, ഇവിടെ you are returning something. That is why here the return type is int. That is, result is int, right? So അതുകൊണ്ട് നമ്മൾ ഇവിടെ int എഴുതിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഇവിടെ വരും and it will print cout the maximum value is RET. ഇവിടെ നമ്മൾ RET ആണ്. Okay, so ആ സമയത്ത് നമുക്ക് എന്താ വരുന്ന ഔട്ട്പുട്ട് നോക്കിയേ, മാക്സ് വാല്യൂ ഈസ് 200. ബിക്കോസ് ഇവിടെ എക്ക് 100, ബിക്ക് 200 കൊടുത്തു. വിത്ത് ദ വാല്യൂസ് ഇറ്റ് കെയിം ഇൻസൈഡ് ദിസ് ഫംഗ്ഷൻ ആൻഡ് ദെൻ num1 is 100 and num2 is 200. 100 greater than 200 ആണോ? അല്ല. So it will come here and the result is number 2, that is 200, and 200 will be printed. Okay, so ഇങ്ങനെയാണ് നമ്മൾ program to find largest number. So ഇവിടെ function calling function. See this is the main function, right? This is a function and that is calling another function, max a comma b. കണ്ടോ, ഈ ഒരു ഫംഗ്ഷനെ അത് വിളിക്കുന്നു. അതാണ് അവിടെ നമ്മൾ ഫംഗ്ഷൻ കോളിംഗ് ഫംഗ്ഷൻ. സോ ഒരു മെയിൻ ഫംഗ്ഷനകത്ത് വേറൊരു ഫംഗ്ഷനെ നിങ്ങൾ വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ വേറൊരു ഫംഗ്ഷനെ വിളിക്കുന്നു. That is function calling function. Okay. Where example on sum of two numbers using function. See here the function has been defined in sum int a int b and directly b is also assigned. അല്ലേ, അസൈൻമെന്റ് ചെയ്തിട്ടുണ്ട്. 20 എന്നുള്ള വാല്യൂ b ക്കകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൂന്നാമത് വേറൊരു വേരിയബിൾ റിസൾട്ട്, and result is equal to a plus b. That is, the a value will get from main section and then 20, and that will be added and you will get the result. So main section a is equal to 100 and b is equal to 200. There also one more variable result, and result is equal to sum of a comma b. ഇത് കാണുന്നോണ്ട് the control will come here. So here's the function. So function വരും
values എല്ലാം substitute ചെയ്ത ശേഷം it will print the result. Okay, so ആദ്യം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ 100ഉം 200ഉം, see sum of a comma b, two parameters you are passing, right? So a comma b, and a will get the value 100 and b will get the value 200, and result is equal to a plus b, that is 200 plus 100, that is 300. But see the next one, again calling a function. Okay, so result is equal to sum of a, ഒരു parameter ഉള്ളൂ. Okay, so അത് കഴിയുമ്പം it will come here, and here int a and b is equal to 20. Default ആയിട്ട് b ക്ക് നമ്മൾ 20 കൊടുത്തിട്ടുണ്ട്, and here b is not mentioned. Okay, so ഇവിടെ വരുമ്പം b ക്ക് 0 ഇടുന്നതിന് പകരം it will get the value 20. So a is 100, right? 100 plus 20, that is 120. മനസ്സിലായോ? So ഇങ്ങനെ ഏത് രീതിയിൽ, പല രീതിയിൽ നമുക്ക് ഇത് functions വെച്ചിട്ട് ചെയ്യാൻ പറ്റും. So if a function is calling another function, that is function calling function. So ഇതാണ് ഒരു function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് function is a task that is being performed, and that name is being called in the main function, and when the compiler sees that particular name, it will go and search the function definition, do that and return that value, come back to the main section and continue the process. Okay. So അടുത്ത topic, functions and arrays. Functions and arrays ൽ ഒരു array എങ്ങനെ നമുക്ക് function ആയിട്ട് പറയാം, അതാണ് നമ്മൾ പറയുന്നത്. Okay, so ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, function call requires only array name and size. നമ്മൾ function call parameter പഠിച്ചില്ലേ? So parameterന്റെ അവിടെ നമ്മൾ arrayയുടെ nameഉം arrayയുടെ sizeഉം മാത്രം represent ചെയ്താൽ മതി. Okay, argument ആയിട്ട് നമ്മൾ array pass ചെയ്തേക്കാണ് using call by reference method. So again an example, print array elements hash include using namespace. See, the function has been declared. ഇവിടെ നമ്മൾ arrayയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, data type ഉം പറഞ്ഞിട്ടുണ്ട്, void പറഞ്ഞിട്ടുണ്ട് അല്ലേ? Return type void ആണ്. So main section, first array 5 is the size and the values are these. Second array, these are the values. See, print array, this is a function. Okay, print array arr1. So control ഇവിടെ വരും, ഇവിടെ വന്ന് arr of 5, both are 5, right? So ഇവിടെ വന്നിട്ട് printing array elements. Okay, ഓരോന്നും കഴിഞ്ഞിട്ട് നമ്മൾ that is printing array elements കഴിഞ്ഞിട്ട് it will go to the new line. നമുക്കറിയാം \n ന്റെ effect ആണ് end l. See, അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ what is there? For അറിയാമോ, നമ്മൾ for loop യൂസ് ചെയ്യാറുണ്ട്. So int I is equal to 0, I less than 5, I plus plus. See, array elements ഓരോന്നായിട്ട് നമ്മൾ one below the other we are printing. കണ്ടോ? So we are printing the values 10, 20, 30, 40 and 50. So again it will come here, come to the, so ഇത് ചെയ്ത് കഴിഞ്ഞ് ഈ വാല്യൂ എന്താണോ കിട്ടുന്നത് പ്രിന്റ് ചെയ്ത ശേഷം അതിന്റെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റിൽ വരും, അതാണ്. Okay, so ഇവിടെ വരുമ്പം again see the process, again it is telling to do. Okay, so again it will come here and കണ്ടോ അതവിടെ പ്രിന്റ് ചെയ്തു, പ്രിന്റിംഗ് array elements എന്ന് പ്രിന്റ് ചെയ്ത ശേഷം പിന്നെയും one below the other സെക്കൻഡ് arrayയുടെ elements നമ്മൾ പ്രിന്റ് ചെയ്തു. Okay, so this is how functions and arrays are explained. That is array in a function, അതാണ് പറയുന്നത്. Okay, ഇവിടെ വേറൊരു എക്സാമ്പിൾ, print minimum number. See, the function has been declared. ഇവിടെ നമ്മൾ ഫസ്റ്റ് arrayയുടെ ഇത്ര elements, സെക്കൻഡ് arrayയുടെ elements, print min. See, നമ്മളിവിടെ ഫസ്റ്റ് എലമെന്റ് അല്ലേ, ആദ്യത്തെ എലമെന്റ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തേക്കാണ്. ഫസ്റ്റ് എലമെന്റ് arr of 0നെ മിന്നിനകത്ത് സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് യു ആർ കമ്പയറിംഗ് അല്ലെ, ഓരോ എലമെന്റും കമ്പയർ ചെയ്ത് പോവാണ്. സോ ഫസ്റ്റ് എലമെന്റ് മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ arr of 0 ആണ്, റൈറ്റ്? സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ആൻഡ് ദെൻ നെക്സ്റ്റ് എലമെന്റ് ഇറ്റ് വിൽ ബി കമ്പയർഡ്, ആൻഡ് ദെൻ if statement is there and also for loop is there. So it will compare all the elements and at the end you will get the smallest value. Okay, so ആദ്യത്തേതിൽ 10 will be printed, രണ്ടാമത്തേതിൽ again see അത് കഴിഞ്ഞ് ഇത് വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. So വീണ്ടും ചെയ്യുമ്പോൾ it will take the second set and number 5 will be printed. Okay, so നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും, array വെച്ചിട്ട് array and function വെച്ചിട്ട് ഏതൊരു പ്രോഗ്രാം ചെയ്യണം എന്നുണ്ടെങ്കിൽ same method you follow. Okay.
Next topic is scope of variables in C++. That is, many variables are given in the syllabus. So now we'll see one by one. So before that, we have to learn what is scope of a variable. That's also a question. Scope of a variable. Scope means it is a region, or sthalam. Okay. In variable scope എന്താ? ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് നമുക്കറിയാം നമ്മളൊരു ഇന്റ് മെയിൻ എഴുതിയ ശേഷം നമ്മൾ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും അല്ലേ? അത് കഴിഞ്ഞ് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് നമ്മൾ എന്തൊക്കെയോ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ വേരിയബിൾ ഈ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. സോ ആ ഒരു വേരിയബിളിന്റെ ഡിക്ലെയർ ചെയ്ത വേരിയബിളിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് അതിന്റെ ആക്ടിവിറ്റി ഈ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റിന്റെയും ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെയും ഉള്ളിലായിരിക്കും ഉള്ളത്. അതാണ് സ്കോപ്പ് ഓഫ് ദ വേരിയബിൾ. ഇറ്റ് ഈസ് എ റീജിയൻ വെയർ ദാറ്റ് പെർട്ടിക്കുലർ വേരിയബിൾ ഈസ് ആക്റ്റീവ്. അതാണ് വേരിയബിൾ സ്കോപ്പ്. ഓക്കെ. സോ അതിന്റെ ഫസ്റ്റ് വൺ that is, first you have to understand what is scope of a variable. Now we are going to the local variables, local and global. So നമ്മൾ ആദ്യമേ മുതൽ പറയുന്ന കാര്യങ്ങളാണ്, ഫോർമൽ ആക്ച്വൽ പോലെ തന്നെ ലോക്കൽ ആൻഡ് ഗ്ലോബൽ. ലോക്കൽ വേരിയബിൾ എന്താ? ആ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഒരു വേരിയബിളെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ഉള്ളിൽ മാത്രമേ സ്കോപ്പ് of that particular variable will be there. ആ ഒരു ഏരിയയിൽ മാത്രമേ അതിന്റെ നിലനിൽപ്പുള്ളൂ അല്ലേ? അതാണ് ലോക്കൽ വേരിയബിൾ. ഓക്കെ. സോ നമുക്ക് എക്സാമ്പിൾ കാണാം. നമ്മളിപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. Say this A and B, two variables are there. കണ്ടോ? ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ആണിത്, ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിളും ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു വേരിയബിളും ഉണ്ട്. അതിന്റെ സ്കോപ്പ് കണ്ടോ? ഇത്രയും സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. കണ്ടോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എയും ബിയും വേറെ ആളായി. സോ മെയിനിലും അതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പണിനകത്തും ക്ലോസിന്റെയും ഉള്ളിൽ മാത്രമേ കാണത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Here A and B are the local variables for the function multiply and X and Y are the local variables for the function main. Okay. So ആ ഒരു വേരിയബിളിന്റെ ആക്ടിവിറ്റി നമുക്ക് ഈ ഒരു ഓപ്പൺ ബ്രാക്കറ്റിന്റെയും ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെയും ഉള്ളിൽ മാത്രമേ കാണുകയുള്ളൂ. അതാണ് ലോക്കൽ വേരിയബിൾ. Now see what is global variable. So what is global? Everywhere. എല്ലായിടത്തും കാണുന്നതാണ് ഗ്ലോബൽ വേരിയബിൾ അല്ലെ? ഒരു വേരിയബിള് നമ്മൾ യൂസിങ് നെയിം സ്പേസ് കഴിഞ്ഞ ശേഷം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഗ്ലോബൽ വേരിയബിൾ. ഓക്കെ. ഇവിടെ നോക്കൂ, ഈ ഇന്റ് ജി എന്നുള്ളത് ഞാൻ ഒരു ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റിനും അകത്തല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ? സോ ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ പ്രോഗ്രാമിൽ ആർക്ക് വേണമെങ്കിലും ജി എന്ന് പറയുന്ന വേരിയബിളിനെ ഉപയോഗിക്കാം, ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ഗ്ലോബൽ. ഓക്കെ. സോ അതുകൊണ്ട് നമുക്ക് ഇവരെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇനി വേറൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെയും അതിനെ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു സിമ്പിൾ പ്രോഗ്രാം ആണ്. A is equal to 4 കൊടുത്തു, and then അപ്പോൾ ഇവിടെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 4 into 2, the answer will be 8. See. Okay. Here G is the global variable. One more example is there. Here G is equal to 10. ഇതും G എന്ന് പറയുന്നത് ഗ്ലോബൽ വേരിയബിൾ ആണ്. ഇവിടെ നമ്മൾ G is equal to 10 ആ വാല്യൂം കൊണ്ട് അകത്ത് വന്നു. See, function 1. First the compiler will come here, right? Int mainൽ വന്നു. Function 1, func1. Okay, it will come over here. Function 1 ൽ വന്നു. G is equal to 20. We know that at a time within a variable only one value will be stored. ആണല്ലോ. So G is equal to 10 എന്നുള്ളത് ഓവർറൈറ്റ് ചെയ്തിട്ട് G is equal to 20 ആകും. അതുകൊണ്ടാണ് ഇവിടെ 20 പ്രിന്റ് ആയത്. ഓക്കെ. ആൻഡ് ദെൻ G is equal to 30 പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന്റെ ഔട്ട്പുട്ട് ആണ് ഫംഗ്ഷൻ 1. ഇവിടെ വരുമ്പം G 20 ആയി 20 പ്രിന്റ് ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞ് G 30 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നേരിട്ട് ഫംഗ്ഷൻ ഇല്ലാതെ ഡയറക്ട്ലി യു ഹാവ് പ്രിന്റഡ് G. സി അതവിടെ 30 ആയി. ഓക്കെ. സോ ആദ്യമേ ഇവിടെ 20 പ്രിന്റ് ചെയ്തു ആൻഡ് ദെൻ 30 പ്രിന്റ് ചെയ്തു. സോ ഹിയർ G ഇവിടെ നമ്മൾ 20 ആയപ്പോൾ 10 എന്ന് പറയുന്നത് ഓവർറൈറ്റ് ചെയ്തിട്ട് G തന്നെയാണ്, സെയിം വേരിയബിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ഇവിടെ 20 ആയപ്പോൾ ജിയുടെ വാല്യൂ 10 മാറി 20 ആയി. സോ 20 പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ കണ്ടോ G is equal to 30 ആയി.
30 ആയപ്പോൾ നമുക്ക് 30 print ചെയ്തു. Okay, so this is global variable. Here G is global variable. The next variable is automatic variable and the keyword used is auto. Okay, ഇവിടെ നമ്മൾ auto എന്ന് പറയുന്ന keyword ആണ് യൂസ് ചെയ്യുന്നത്. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് is destroyed when the program's execution leaves the function. ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ ഓട്ടോ വേരിയബിൾ ലോക്കൽ പോലെ തന്നെ ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ ഓട്ടോമാറ്റിക് വേരിയബിൾസും ഡിക്ലെയർ ചെയ്യുന്നത്. അതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ കയറിയ ശേഷം സ്റ്റാർട്ട് ചെയ്യും. ആ ഫംഗ്ഷനെ എപ്പോഴാണോ ലീവ് ചെയ്ത് എക്സിക്യൂഷൻ പുറത്തു പോകുന്നത് അത്രയും സമയം വരെ ആ ഒരു വേരിയബിളിന്റെ സ്കോപ്പ് കാണും. അതാണ് ഇവിടെ തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. An auto variable created a new each time when the function is called and destroyed when the program's execution leaves the function. Okay. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഹാഷ് ഇൻക്ലൂഡ് യൂസിംഗ് നെയിംസ്പേസ്. int a കഴിഞ്ഞു. b എന്ന് പറയുന്ന വേരിയബിളിനെ ഞാൻ ഓട്ടോമാറ്റിക് വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്തേക്കാണ്. അതാണ് ഓട്ടോ. And int is a data type. Okay, a is equal to 10 and b is equal to 20. A is equal to a and b is equal to b. 10 and 20 print ആയി. That's all. So ഇവിടെ നമ്മൾ b എന്ന് പറയുന്ന വേരിയബിളിനെ ഓട്ടോ വേരിയബിൾ ആയിട്ട് ഓട്ടോമാറ്റിക് വേരിയബിൾ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു എപ്പോഴാണോ ഈ ഒരു എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓട്ടോ എന്നുള്ള കൺസെപ്റ്റിൽ എത്തുന്നത് അതിനുശേഷം it will remain until the program execution will be finished. Okay, അതാണ് ഓട്ടോമാറ്റിക് വേരിയബിൾ. നെക്സ്റ്റ് is സ്റ്റാറ്റിക് വേരിയബിൾ. സോ അതിന് യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് സ്റ്റാറ്റിക്. X is only inside a function where it is declared, but its lifetime starts when the function is called and ends only when the program ends. ഇതും അതുപോലെ തന്നെ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് എക്സിക്യൂഷൻ തുടങ്ങി നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെ വിളിച്ച് സ്റ്റാറ്റിക് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷനെ വിളിച്ച് അത് തീരുന്ന അത്രയും സമയം അതിന്റെ എഫക്റ്റ് അവിടെ കാണും. അതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്കൽ ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾ ഈസ് ദാറ്റ് ദ വാല്യൂ ഓഫ് സ്റ്റാറ്റിക് വേരിയബിൾ റിമെയിൻസ് ടിൽ ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാം തീരുന്ന അത്രയും സമയവും സ്റ്റാറ്റിക് വേരിയബിളിന്റെ വാല്യൂ അതിന്റെ ഒരു സ്കോപ്പ് അവിടെ കാണും. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. സ്റ്റാറ്റിക് ഇന്റ് var, that is the name of the variable and that is assigned as 0. ഇവിടെ plus plus var ആണല്ലേ. സോ നമുക്കറിയാം var plus plus ഉണ്ട് plus plus var ഉണ്ട്. So var plus plus, that is I plus plus is there, we have seen I plus plus is there and same way plus plus I is there. What is the difference between these two? എന്താ വ്യത്യാസം എന്ന് വരുന്നത്? സോ ഇവിടെ നമുക്ക് I പ്ലസ് പ്ലസ് ആകുമ്പം I ആദ്യം കൺസിഡർ ചെയ്ത ശേഷം മാത്രമേ അതിന്റെ തൊട്ടടുത്ത ഇൻക്രിമെന്റഡ് വാല്യൂ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇവിടെ I കൺസിഡർ ചെയ്യാണ്ട് അതിന്റെ ഇൻക്രിമെന്റഡ് വാല്യൂ മുതലായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിയാൽ അറിയാം var is equal to 0 നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു അല്ലെ. പ്ലസ് പ്ലസ് var ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ നോ ആൻഡ് ദെൻ see out var നമ്മൾ ആ വാല്യൂനെ പ്രിന്റ് ചെയ്തേക്കാണ്. കണ്ടോ ഇവിടെ എന്താ പ്രിന്റ് ചെയ്തേക്കുന്നതെന്ന് കണ്ടോ 1 ആണ് പ്രിന്റ് ചെയ്തേക്കുന്നത്, 0 അല്ല. ബിക്കോസ് ഹിയർ പ്ലസ് പ്ലസ് var ആണ്. സോ varനെ 0 ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പ്ലസ് പ്ലസ് var ആയപ്പോൾ 0 ഹാസ് ബിക്കം 1 ആൻഡ് 1 will be printed. Okay, so first test 1 ചെയ്തപ്പം നമുക്ക് 1 പ്രിന്റ് ചെയ്തു. Again test വീണ്ടും നമ്മൾ കിട്ടിയിട്ടുണ്ട്. So again will control come over here and then plus plus var. So now var is 1. ആ var എന്നുള്ളത് വീണ്ടും increase ചെയ്ത് you will get 2. Okay, so ഇതാണ് static variable. ഈ എക്സാമ്പിൾ ഒക്കെ ഇതുപോലെ പഠിച്ചു വെച്ചാൽ മതി, പ്രത്യേകിച്ച് ഇതൊന്നും വെളിയിൽ നിന്ന് ചോദിക്കില്ല. So difference between automatic and static variable, this also you have to go through. Okay. And the last set of variable is register variable. So what is register variable? Here the keyword register is used. Register എന്ന് പറയുന്ന keyword ആണ് യൂസ് ചെയ്യുന്നത്. Okay. And ഇവിടെ വരുമ്പം normally all the variables are stored within RAM. Random access memory യിലാണ് normally എല്ലാ variables ഉം store ആകുന്നത്. പക്ഷേ
if you have declared some variable as register variable, register keyword എഴുതിയിട്ട് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ that will be stored in registers, not in RAM. Okay, ഇനി registers എന്താ നോക്കി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, are small amounts of high speed memory contained within the CPU. ഒരു ഹൈ സ്പീഡ് മെമ്മറിയാണ്, അതുകൊണ്ടാണ് ലോക്കൽ വേരിയബിൾസിനെക്കാട്ടിലും സ്പീഡായിട്ട് രജിസ്റ്റർ വേരിയബിൾസ് ആക്സസ് ചെയ്യും. Okay. Last topic of module 3 is recursive functions. Okay. So the recursion എന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് recursion. That is repetitively something is happening. That is recursion. Okay. The process in which a function calls itself is known as recursion. അതാണ് ഒരു recursion എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ that is recursion. ആ ഫംഗ്ഷനെ ആരാണോ വീണ്ടും വീണ്ടും അയാളെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, that function is known as recursive function. That is a function which calls itself. That function is known as a recursive function and the process is recursion. Important topic ആണ് recursion. Okay, recursive functions. So അതിന്റെ examples നോക്കാം. First example പറഞ്ഞിരിക്കുന്നത് factorial of a number using recursion. Important example ആണ്. അങ്ങനെ തന്നെ വേണമെങ്കിൽ ചോദിക്കാം, how to find factorial of a number using recursion. അല്ലെങ്കിൽ recursion നെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് you have to explain that particular with the help of the example. Okay, factorial എന്താണെന്ന് അറിയാം. So factorial of n is equal to 1 into 2 into 3 into n. അതാണ് നമ്മൾ factorial of n. അത് നമുക്കറിയാം, നമ്മൾ നോർമൽ പ്രോഗ്രാം അതിന്റെ കണ്ടതാണ്. സോ നമ്മൾ യൂസിങ് നെയിം സ്പേസ് കഴിഞ്ഞ ശേഷം ഇവിടെ ഫംഗ്ഷനെ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻറ്റ് ആയിട്ട്. അതിനുശേഷം ഞാൻ ഇവിടെ മെയിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന ഒരു വേരിയബിളും റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളും ഡിക്ലെയർ ചെയ്തു. n is the number whose factorial is you have to find. Okay, so that is n വാങ്ങിച്ചു. and c റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇവിടെ ചെയ്യുന്നതിന് പകരം you have done this with the help of a function. So നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ n എന്ന് പറയുന്ന പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ റിസൾട്ടിനകത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് റിസൾട്ടിനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ ദ കമ്പൈലർ ഗോസ് ത്രൂ ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് വിൽ കം ഹിയർ, ഇവിടെ വരും അല്ലെ. സോ ഇൻറ്റ് ഫാക്ടോറിയൽ ഓഫ് ഇൻറ്റ് n പറഞ്ഞിട്ടുണ്ട്. n is the number whose factorial you have to find. So if n is greater than 1, n 1-നേക്കാട്ടിലും കൂടുതലാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഫാക്ടോറിയൽ കാണാൻ പറ്റത്തുള്ളൂ. So if it is greater than 1, return, that is you have to get the result n into factorial of n minus 1. അങ്ങനല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. n factorial is equal to n into n minus 1 factorial. So അതന്നെയാണ് കണ്ടോ, ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫാക്ടോറിയലിനെ വീണ്ടും വിളിച്ചിരിക്കുകയാണ്. ഓക്കെ, else, that is if other than some other value you have given, ഇപ്പോൾ 1-നേക്കാട്ടിലും കുറവുള്ള ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ റിട്ടേൺ 1, അല്ലെങ്കിൽ 1 ആണെങ്കിൽ റിട്ടേൺ 1. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നോൺ നെഗറ്റീവ് നമ്പർ നമ്മൾ 4 കൊടുത്തു and 4 factorial is 24. സോ ഇതാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ റിസൾട്ട് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് again and again you have called factorial of n. Okay, so n factorial is n into factorial of n minus 1. See, factorial of n is equal to n into factorial of n minus 1. കണ്ടോ, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും ഫാക്ടോറിയൽ ഉണ്ട്, റൈറ്റ് സൈഡിലും ഫാക്ടോറിയൽ ഉണ്ട്. സോ ഇതാണ് റിക്കേർഷൻ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ റിക്കേർഷൻ വെച്ചിട്ട് തന്നെ ഞാൻ ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഫിബൊനാച്ചി സീരീസ് ഇസ് ദിസ് എ ഫിബൊനാച്ചി സീരീസ് അല്ലേ. 0, 1 ഫസ്റ്റ് 2 നമ്പർ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദ തേർഡ് നമ്പർ. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് നമ്പർ, ആൻഡ് ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് നമ്പർ. സോ ഇങ്ങനെ നമ്മൾ മാറി മാറി കൊടുക്കുകയാണ്. എല്ലായ്പ്പോഴും ഫസ്റ്റ് 2 നമ്പർ 0ഉം 1ഉം ആയിരിക്കും. സോ അതാണ് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇഫ് x is equal to 1 or x is equal to 0 ആണെങ്കിൽ പ്രിന്റ് ചെയ്യാം. ഓക്കെ, പ്രിന്റ് ചെയ്ത ശേഷം ഇനി അല്ലാതെ എന്തെങ്കിലും ആണെങ്കിൽ റിട്ടേൺ ഫിബൊനാച്ചി ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് ഫിബൊനാച്ചി ഓഫ് എക്സ് മൈനസ് 2. നമ്മളിവിടെ വാല്യൂസ് അങ്ങനെയാണ്. സോ ആദ്യമേ നമ്മൾ ഈ നമ്പറും
ഫസ്റ്റ് സീറോയും വണ്ണും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് തേർഡ് നമ്പർ കിട്ടുന്നത് അല്ലേ. സോ യു ആർ ഗോയിങ് ഓൺ ഇന്റർചേഞ്ചിങ് ആൻഡ് യു ആർ ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോ അതാണ് റിട്ടേൺ ഫിബൊനാച്ചി ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് ഫിബൊനാച്ചി ഓഫ് എക്സ് മൈനസ് 2. സോ അത് നമ്മൾ റിട്ടേൺ ചെയ്യാം. മെയിൻ സെക്ഷനിൽ എക്സ് ഇൻറ്റിജർ ആയിട്ട് എക്സും ഐ ഈസ് ഈക്വൽ ടു 0 ഐട്രേഷൻ നമ്മളിവിടെ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്. സോ നമ്മൾ കൗണ്ട് ഉണ്ട്, അതാണ് ഐ. and the number of terms, എത്ര ടേംസ് വേണം എന്ന് നമ്മൾ പറഞ്ഞു, അതാണ് ഒരു 10 കൊടുത്തിരിക്കുന്നത്. c in x, അതാണ് number of terms. and while I less than x, നമ്മൾ കൗണ്ട് എക്സിനെക്കാട്ടിലും കുറവാവണ്ടേ, അതുവരെ you are going on doing fib of 1 and each and every time I is incrementing. Okay, so this is how Fibonacci series can be done using recursion. Okay, so Fibonacci series എന്ന് പറയുന്നത് 0, 1, 1, 2, 3. So each and every time നമ്മൾ ഈ വാല്യൂസ് ആഡ് ചെയ്യാനുള്ള വാല്യൂസ് മാറി മാറി പോകുന്നു. സോ അത് രണ്ടും നമ്മൾ ഫംഗ്ഷൻ കണ്ടു, ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. So function is calling itself and continuing. That is recursion. Okay. So in today's class we have discussed module 3 completely. Okay, നമ്മൾ അതിൻ്റെ അകത്തിൽ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു, ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് പഠിച്ചു, ഫംഗ്ഷൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്ന് പഠിച്ചു. And along with that, what is called by value and called by reference. Examples നിങ്ങൾ പഠിച്ചിരിക്കണം. Okay, അതേപോലെ നമ്മൾ function calling function, how a function is calling another function, function and array, that is how array can be represented in a function. അതേപോലെ നമ്മൾ കുറച്ച് വേരിയബിൾസ് പഠിച്ചു, local variables, global variables, automatic, static, register variables. Okay, and along with that we have gone through recursion, recursive function. What is a recursive function? ഇതിലെ സിമ്പിൾ ആണ്, പക്ഷെ എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്മോൾ മൊഡ്യൂൾ ആണ്, ഈസിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.